ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളപ്പോൾ ഇന്ന് എമ്പുരാൻ പടം കാണാൻ പോവാട്ടോ. വരുന്ന വഴിക്ക് സംഗീണം പറഞ്ഞ് പണ്ടെങ്ങാണ്ട് ഇവരിവിടെ ചൂണ്ടയിടാൻ വരുമെന്നോ നല്ല അടിപൊളി ഒരു സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. വലിയ താല്പര്യമൊന്നും ഇല്ലാതെ എനിക്ക് വരെ ഒന്നാമത് നല്ല വെയില്. എന്തായാലും വന്നത് മോശമായില്ല, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നോക്കേ, ഓ ചെറിയ മീനല്ലേ, കുഞ്ഞു മീനല്ലേ? പറഞ്ഞതിൽ ചെറിയ സത്യമുണ്ട് കേട്ടോ ഗൈസ്, മീനുണ്ട്. അവര് ചൂണ്ടയിട്ടത് പറഞ്ഞൊക്കെ സത്യമാണ് കേട്ടോ, അതിനകത്ത് ചെറിയ മീനുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. അപ്പം നമ്മളിവിടുത്തെ സ്ഥലമൊക്കെ കണ്ട് ഇപ്പം നമുക്ക് സിനിമയ്ക്ക് കയറാൻ സമയമായി. പെട്ടെന്ന് തന്നെ പോവാം, ബാ നമുക്ക് സിനിമയ്ക്ക് പോവാം. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി. ദേ നമ്മൾ അകത്തേക്ക് പോവുകയാണ്. പുറത്തുതോ ലാലേട്ടൻ്റെ നല്ല അടിപൊളി കട്ടൗട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ എന്താ രോമാഞ്ചം. അപ്പോൾ ദേ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് അകത്തേക്ക് കയറി. ഒരുവിധം ആളെല്ലാം ഫില്ലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിയേറ്ററിൽ കർട്ടനൊക്കെ പൊങ്ങി തുടങ്ങി. അങ്ങനെ കർട്ടൻ പൊക്കലും 10 പരസ്യങ്ങൾക്കൊക്കെ ശേഷം ദേ നമ്മുടെ ലാലേട്ടൻ്റെ പേര് സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഭയങ്കര ആർപ്പുവിളിയൊക്കെയായിരുന്നു കേട്ടോ തിയേറ്ററിനകത്ത്. അങ്ങനെ നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന ആ ടൈറ്റിൽ എത്തി, എമ്പുരാനേ. കൂടുതൽ ഞാൻ പാടിച്ചളവാക്കുന്നില്ല, പടം കണ്ടിട്ട് കാണാവേ. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടതേ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടു കേട്ടോ. അപ്പോഴേ ഞങ്ങൾ അങ്ങോട്ടങ്ങ് വെച്ച് പിടിച്ചത്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാവേ. അങ്ങനെ നമ്മൾ കുറെ നാളായിട്ട് കാത്തിരുന്ന എമ്പുരാൻ ഇറങ്ങി. നമ്മൾ എമ്പുരാൻ ഇപ്പൊ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരികയാണ്. എമ്പുരാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എന്തായാലും എനിക്ക് നല്ല എന്താ പറയാ, നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നല്ല പടമാണ് കേട്ടോ. എന്തുവാ നമ്മുടെ രാജ്യമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓരോ രംഗങ്ങളും ഒക്കെ എന്താ പറയാ, രോമാഞ്ചം അടുപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി സാധനം. എന്തായാലും കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ഇതാക്കുന്നില്ല. എന്തായാലും എല്ലാരും പോയി കാണണം, ഒരു വേസ്റ്റഡും ആയിരിക്കില്ല. സൂപ്പർ സാധനം, അടിപൊളി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കണ്ടിട്ട് ഇതാ ഇങ്ങനെ വരുന്ന വഴിയിൽ നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ട്. കൊക്കും പ്രാവും, ഒരു കൂട്ടം പ്രാവുകൾ വരുന്നുണ്ടായിരുന്നു നടുക്ക്. പ്രാവും കുറെ പോത്തും, അങ്ങനെ കുറെ നമ്മുടെ പ്രകൃതി രമണീയമായ അടിപൊളി ഒരു സ്ഥലം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് അങ്ങോട്ടൊന്ന് ഇറങ്ങാന്ന്. നമ്മൾ അങ്ങോട്ടോ. ഇവിടെ ഒരു ചേട്ടൻ നിന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ ഇനി എന്തെങ്കിലും പറയുന്നൊന്നും അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല, ബാ നമുക്ക് പോവാം. ഇതിനപ്പുറം ചാടി കിടന്ന നമ്മള്. അടിപൊളി സ്ഥലം കേട്ടോ. ഇനി അതിനകത്ത് ആ കാണുന്ന കണക്കല്ല കേട്ടോ, നേരിട്ട് സൂപ്പറാണ്. ഇത്തിരി വെയിലുണ്ടെന്നേ ഉള്ളൂ, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അയ്യോ, അതിന്റെ ലക്ഷണം ആകെ പന്തികേടാണ്. ചിരി പ്രശ്നമാണെന്ന് തോന്നുന്നു. അത് പശുവിന്റെ അല്ല. ചെയ്തില്ലൊന്നും ചെയ്യാ. വെള്ളം കുടിച്ചു ചേട്ടാ. ഇതിന് കെട്ടിയിട്ടുണ്ടോ? മര്യാദക്ക് കിടന്ന് ക്യാമറാമാൻ ഇപ്പൊ അതിനകത്ത് കിടന്നേന കണ്ട. അതിന് ചെറിയ വശപ്പിശുണ്ട്, ഉറപ്പാ. ഈ പോത്തിൽ അവിടെ നിന്ന പോത്താ. ഇതിനിപ്പോ ഇങ്ങോട്ട് വരണ്ടുള്ള വല്ല കാര്യം ഉണ്ടാവും നോക്കെ. ഇവിടെ നിൽക്കുന്നത് അത് അങ്ങ് നിന്നല്ലേ, ഓടി അമ്മ എടുത്തോട്ട് വന്നല്ലേ. ശുദ്ധ ഏത് വഴിയേറെ ബാ. അങ്ങനെ പാടത്തും പറമ്പിലുമൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഭയങ്കര ദാഹം കേട്ടോ, ചൂടൊക്കെ അല്ലേ. അങ്ങനെ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞത് നമ്മളൊരു കടയുടെ മുമ്പിലോട്ട് നിർത്തി. വെള്ളം കുടിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് കടയിൽ നിൽക്കുന്ന ചേച്ചി നമ്മളെ പരിചയക്കാരി. ഭയങ്കര സർപ്രൈസായി പോയിട്ടോ. കണ്ടപ്പോൾ തന്നെ ചേച്ചിക്ക് ഭയങ്കര സർപ്രൈസായി. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെയൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ അതേ ചേച്ചി ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടൊരു സോഡ നാരങ്ങയുള്ളതൊക്കെ തന്ന്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചേച്ചി അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു തന്ന്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ചേച്ചിയുടെ കുറേ വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ്. സമയം നമ്മൾ നോക്കിയപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറി. നമ്മൾ ഫുഡ് പാഴ്സൽ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നല്ല വെയിലും ആകെ ഇച്ചിരി വലച്ചിലൊക്കെ ഉണ്ടായി, എന്നാലും കുഴപ്പമില്ല. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ പിന്നെയും ഞങ്ങൾ കണ്ടു കേട്ടോ. കുറേ എന്തായാലും എൻ്റെ ഹസ്ബൻഡിന് നല്ല ഊടാക്കുഴുക്കുള്ള വരികളൊക്കെ അറിയാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എവിടെ ചെന്നാലും ഏതെങ്കിലും ഒരു മൂലയിൽ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തരും. അവിടെയൊക്കെ പോകുമ്പോൾ എന്തായാലും കാണുന്ന നല്ല കാഴ്ചകളുമായിരിക്കും. അങ്ങനെ ഞങ്ങളിതാ പോയിട്ടുള്ള കുറേ സ്ഥലങ്ങളുടെ വീഡിയോകൾ അതിനകത്ത് കേട്ടോ.
അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു കുഞ്ഞു വ്ളോഗായിരുന്നേ. ബൈ.